മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കൊല്ലത്ത് നടന്ന വെടിക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള ദാരുണമായ സംഭവങ്ങളുമെല്ലാം പത്രമാധ്യമങ്ങളിലും ചർച്ചകളിലുമെല്ലാം 2, 3, 4 ദിവസത്തേക്ക് നിറഞ്ഞു നിന്നു, നിറഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞ് അതെല്ലാം മാഞ്ഞു പോകും. ഈ അന്ധവിശ്വാസവും ദുരാചാരവും നിരന്തരം തുടരുക തന്നെ ചെയ്യും. ഈ ദാരുണമായ മരണത്തിൽ പ്രതിഷേധിച്ച് യുക്തിവാദികൾ ഒരു സമരം നടത്തിയതായിട്ട് വാർത്ത കണ്ടു, വായിച്ചു. ഈ യുക്തിവാദികൾക്കിത് നേരത്തെ ആകാമായിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം പ്രതിഷേധിച്ച് ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനെതിരെയായിരുന്നു അവര് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടിയിരുന്നത്. ആരാധ്യനായ കുമ്മനം രാജശേഖരൻ ക്ഷേത്രവുമായിട്ട് നല്ലോണം ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിയമം നടപ്പിലാക്കുന്ന സംവിധാനമാണ് ശുദ്ധീകരിക്കേണ്ടത്, വെടിക്കെട്ട് നിർത്തുകയല്ല വേണ്ടതെന്ന്. കുമ്മനത്തിനോട് പറയുന്നു, വെടിക്കെട്ട് നിർത്തുക തന്നെയാണ് വേണ്ടത്. നമ്മുടെ ആചാരത്തിന്റെ ഭാഗമല്ല വെടിക്കെട്ട്. 80-85 വർഷങ്ങളെ ആയിട്ടുള്ളൂ അമ്പലങ്ങളിലെ വെടിക്കെട്ട് എന്നുള്ള പരിപാടി തുടങ്ങിയിട്ട്. ആയിരക്കണക്കിന് അമ്പലങ്ങള് 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അവിടെ ഒന്നും 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വെടിക്കെട്ടില്ലല്ലോ. അത് ഇടയ്ക്ക് ചേർത്തതല്ലേ? ഈ നിയമവ്യവസ്ഥയിൽ നല്ല രീതിയിൽ നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ നിയമവ്യവസ്ഥകളെ കൈക്കൂലി വാങ്ങിക്കാതിരിക്കാനും അതുപോലെ തന്നെ കള്ളക്കടത്ത് ചെയ്യാതിരിക്കാനും കള്ളവാറ്റ് വിൽക്കാതിരിക്കാനും എല്ലാത്തിനുമുള്ള നിയമവ്യവസ്ഥകളുണ്ട്. നിയമത്തിനൊന്നും കേരളത്തിലും ഭാരതത്തിലും കുറവൊന്നുമില്ല. അത് ലംഘിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അത് വെടിക്കെട്ടിന്റെ കാര്യത്തിൽ മാത്രം ഭംഗിയായിട്ട് നടപ്പാക്കിയാൽ മതി എന്ന് പറയുന്നത്, അത് നടപ്പാകുമോ എന്നുള്ളത് ഈ നടപ്പാക്കണം എന്ന് പറയുന്നവനൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിരോധിച്ചാൽ അത് നടപ്പാക്കുമോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കും. നിരോധിച്ച ഒന്ന് നടപ്പിലാക്കിയാൽ പുറത്ത് ശബ്ദം കേൾക്കും. കൈക്കൂലി പുറത്ത് ശബ്ദം കേൾക്കില്ല, കള്ളനോട്ടടി പുറത്ത് ശബ്ദം കേൾക്കില്ല, കള്ളവാറ്റ് പുറത്ത് ശബ്ദം കേൾക്കില്ല, അങ്ങനെ കള്ളത്തരങ്ങൾ പുറത്ത് പലതും ശബ്ദം കേൾക്കില്ല, കളവ് പോലും പുറത്ത് കേൾക്കില്ല. വെടിക്കെട്ട് പുറത്ത് കേൾക്കും. നിരോധിച്ചതിന് ശേഷവും വെടിക്കെട്ടുണ്ടെങ്കിൽ അത് പുറത്തുള്ളവരെ സെക്കൻഡുകൾ കൊണ്ട് അറിയുകയും ചെയ്യും, കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്യാം. ആചാരത്തിന്റെ ഭാഗമാണ് വെടിക്കെട്ട് എന്ന് പറഞ്ഞ് ശാന്തസുന്ദരമായ ശബരിമലയെ ശബ്ദമലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, തനി വിഷപ്പുക ചീറ്റല്, ഇതെല്ലാം നടക്കുന്നത് ആചാരം ദൈവത്തിന്റെ പേരിലാണ്. ഒരു ദൈവവും ചെകിടടപ്പിക്കുന്ന ശബ്ദം കൊണ്ട് സന്തോഷിക്കില്ല. ദൈവത്തിന് ചെകിടടപ്പിക്കുന്ന ശബ്ദവും ഈ ക്ഷേത്രങ്ങൾക്ക് യോജിക്കാത്ത വിധത്തിലുള്ള ആചാരങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യന് സന്തോഷിക്കാനാണ്. അത് ദൈവത്തിന്റെ പേരിൽ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുമ്മനത്തോട് പറയുന്നു, കരിയും കരിമരുന്നുമാണ് ഹൈന്ദവ ജനതയുടെ ഏറ്റവും വലിയ ഗതികേട്. പിന്നെ ഇഷ്ടം മാതിരി വീട്ടിൽ തിന്നാനുള്ളവർക്ക് അമ്പലത്തിന്റെ പേരിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിക്കൊടുക്കലും. അതൊന്നും അന്നദാനമല്ല. ഭഗവാൻ കൃഷ്ണൻ 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 5150 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഉള്ളവന് വീണ്ടും കൊടുക്കുന്നത് താമസികമായിട്ടുള്ള ദാനമാണ് എന്ന്. സാത്വിക ദാനം, രാജസിക ദാനം, താമസിക ദാനം, നികൃഷ്ടവും നീചവുമായ ദാനമാണ് ഈ ഭക്ഷണം വീട്ടിൽ ഇഷ്ടംമാതിരി ഉള്ളവർക്ക് അമ്പലത്തിൽ വിളിച്ചു വരുത്തിയിട്ട് വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുക എന്നുള്ളത്. കല്യാണത്തിനോ ഗ്രഹപ്രവേശത്തിനോ അതുമാതിരിയുള്ള ആഘോഷങ്ങൾക്ക് കൊടുക്കുന്ന മാതിരി അല്ല. കഞ്ഞി വീഴ്ത്തും അത്യാവശ്യ ഭക്ഷണവും കൊടുക്കേണ്ട
വിശക്കുന്നവർക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് വിഭവസമൃദ്ധമായ സദ്യ പലരുടെയും സ്പോൺസർഷിപ്പിലൂടെ കൊടുക്കുക എന്നുള്ളത്. ഈ അമ്പലങ്ങളിൽ നിന്നാണ് വെടിക്കെട്ടും ആനയും പള്ളികളിലേക്ക് പോയതും. ഏതായാലും പള്ളിക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ഉള്ള കഴിവുള്ളത് കൊണ്ട് അവരേതാണ്ട് പള്ളികളിൽ ഇത് നിരോധിച്ചു. ഞാൻ കുമ്മനത്തോടും അഭ്യർത്ഥിക്കുന്നു, ഇതുമാതിരിയുള്ള അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും നിങ്ങൾ കൂട്ടു നിൽക്കരുത്, ന്യായീകരിക്കരുത്. നിയമം നടപ്പിലാക്കിയതുകൊണ്ട് ഒരു കാരണവശാലും വെടിക്കെട്ട് ഭംഗിയായിട്ട് നിർത്താൻ സാധിക്കുമെന്ന് ധരിക്കരുത്. ആ വെടിക്കെട്ട് നിരോധിക്കുക എന്ന നിയമം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഏതായാലും ഹൈക്കോടതി 1-2 സ്റ്റെപ്പുകൾ മുമ്പോട്ട് എടുത്തിരിക്കുന്നത് വളരെ നല്ല സ്റ്റെപ്പുകളാണ്. പകല് മാത്രമേ വെടിക്കെട്ട് നടത്താവൂ. പകല് വെടിക്കെട്ട് നടത്തുമ്പോൾ ആസ്വദിക്കാവുന്നത് എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 2, വെടിക്കെട്ടിന്റെ ശബ്ദത്തിനല്ല ഫോക്കസ് ചെയ്യേണ്ടത്, വർണ്ണ ശബളമായിട്ടുള്ള രൂപത്തിനാണ്. അത് പകല് നടത്തുകയാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 2 കാര്യവും പരോക്ഷമായിട്ട് വെടിക്കെട്ടിന്റെ പ്രാധാന്യത്തെ കുറയ്ക്കാൻ ഹൈക്കോടതി പിന്നെ സുപ്രീം കോടതി നല്ല രീതിയിൽ അത് പ്രയോഗിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. മറ്റെല്ലാവരും ഇത് അംഗീകരിക്കുകയും പൂർണ്ണമായിട്ടും കോടിക്കണക്കിന് രൂപ വേസ്റ്റാക്കുന്ന ഈ ക്ഷേത്ര സമ്പത്ത് നശിപ്പിക്കുന്ന ഈ ആചാരം എന്ന് പറയുന്ന ദുരാചാരം ഇല്ലാതെയാക്കാൻ കൂടെ നിൽക്കുകയും വേണം. പ്രണാമം, നമസ്കാരം.